ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. എൻ്റെ ഇന്നത്തെ ഈ ചിരി സന്തോഷമൊക്കെ കാണുമ്പോൾ ഇമ്മാൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. എത്ര ദിവസങ്ങളായി എൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ഒരു ചിരി കണ്ടിട്ട്. ഇമ്മാക്ക് ഇപ്പം എന്നോട് ദേഷ്യമൊന്നും തോന്നണില്ല? മക്കളെ കയ്യിൽ തെറ്റും കുറ്റും കാണുമ്പോഴേ ഇമ്മാർക്കും വാപ്പാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ചിലപ്പം ചീത്ത പറയാനോ ദേഷ്യപ്പെടാനോ രണ്ട് തല്ലാനും ഒക്കെ തോന്നിയെന്ന് വരും. അങ്ങനെയൊക്കെ ചെയ്യും ചെയ്ച്ചു. എന്നാലും പെറ്റ തള്ളാരെ ഉള്ളിലെ എപ്പോഴും ആ മക്കൾക്ക് നല്ലത് വരണേന്നുള്ള ഒരു തേട്ടൽ എന്നും ഉണ്ടാവും. അധികം വൈകാണ്ട് ഇജു ഒരുമ്മ ആവാൻ പോവല്ലേ. അപ്പം എനക്കും മനസ്സിലാവും ഒരിമ്മ മനസ്സ് എന്താണെന്നുള്ള കാര്യം. ഇതമ്മ കഞ്ഞിൻ്റെ വെള്ളം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പിട്ടിട്ടേ ഓരോ ഗ്ലാസ് കുടിക്കാൻ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കണത്. കണ്ടു കുടിച്ചാണേ. എൻ്റെ കുഞ്ഞോളെ എൻ്റെ പാട് ക്ഷീണത്തിന് കുറവുണ്ടപ്പോൾ? എൻ്റെ ഒരു ക്ഷീണം ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നണില്ല സൽമാത്ത. എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പം എൻ്റെ കുട്ടിനെ കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും മാത്രമാണ്. അതാണ് കുട്ടിയമ്മ പറഞ്ഞത്. ഒരുമ്മാൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു നോക്കും പോലും കാണാത്ത എൻ്റെ കുട്ടിയുടെ ചിരിയും കളിയൊക്കെ ഇപ്പം തന്നെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുടങ്ങിയില്ലേ. അതാണ് കാര്യം. അതന്നെ. ഇനി മാസങ്ങൾ ഓരോന്ന് കഴിച്ചുമ്പോൾ അനക്ക് എൻ്റെ കുട്ടിനെ കുറിച്ചിട്ടേ എന്തൊക്കെ സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടാവുമെന്നറിയോ? അതാണ് കുട്ടിയുടെ ഇമ്മാൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരൊക്കെ ഒരു കുട്ടീനെ ഭൂമിക്ക് പറക്കുമ്പോഴേ കാണണു അറിയണുള്ളൂ. പക്ഷെങ്കിൽ ഒരുമ്മാക്ക് ഒരു കുട്ടി വയറിൻ്റെ ഉള്ളിൽ ജീവൻ എടുക്കുമ്പോൾ അതിന് മുഴുപ്പ് തുടങ്ങുമ്പോഴും ആ ഇമ്മാക്ക് ആ കുട്ടിനെ അറിയാനും മനസ്സിലാക്കാനും പറ്റും. അതാണ് ഒരു ഉമ്മാൻ്റെ മനസ്സ്. നേരെ അമ്മ, ഞാനൊരു ഉമ്മാവാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ എൻ്റെ മനസ്സിൽ മുഴുവൻ എൻ്റെ കുട്ടിനെ കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും മാത്രമാണ്. അപ്പോൾ എന്നെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കും വരെ എൻ്റെ ഉമ്മാക്കും ഉണ്ടായിട്ടുണ്ടാവൂലേ എന്നെക്കുറിച്ച് ഒരുപാട് മോഹങ്ങൾ. അങ്ങനെയുള്ള എൻ്റെ ഉമ്മാനെ ഞാൻ എന്തോരം വിഷമിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മക്കളെ കുറിച്ചിട്ടും ഓരോ രക്ഷിതാക്കൾക്കുണ്ടാവും പല പല പൂതികൾ.